ഓണം ഇങ്ങെത്തിയല്ലേ? എല്ലായിടത്തും ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. ആ ശരിയാണ്. ഒരു ആഘോഷത്തിന്റെ മൂഡ് വന്നു തുടങ്ങി. അതെ. അപ്പോ പലരും ചിന്തിക്കുന്നുണ്ടാവും സർക്കാർ തലത്തിൽ എന്തൊക്കെയാണ് ഈ വർഷത്തെ ഓണപരിപാടികളെന്ന്. തീർച്ചയായും. നിങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ച ഒരു ദേശാഭിമാനി ലേഖനം ഇവിടെയുണ്ട്. ഇത് സംസ്ഥാന സർക്കാരിന്റെ ഓണാഘോഷ പരിപാടികളെക്കുറിച്ചാണ്. പ്രധാനമായും തിരുവനന്തപുരത്ത് നടക്കുന്ന കാര്യങ്ങൾ. ആ തലസ്ഥാനത്തെ ആഘോഷങ്ങൾ എപ്പോഴും ഗംഭീരമാവാറുണ്ടല്ലോ. അതെ. അപ്പോൾ ഈ ലേഖനം പറയുന്നത് സെപ്റ്റംബർ 3 മുതൽ 9 വരെയുള്ള ഒരാഴ്ചത്തെ, അതായത് ഓണം വാരാഘോഷത്തെക്കുറിച്ചാണ്. ഓക്കെ. നമുക്ക് ഈ ലേഖനത്തിലൂടെ ഒന്ന് പോയി നോക്കാം. എന്തൊക്കെയാണോ പ്രധാന ആകർഷണങ്ങൾ, ഇതിന്റെ ഒരു വ്യാപ്തി, പിന്നിലെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാവാം എന്നൊക്കെ. ശരി. ഈ സർക്കാർ തലത്തിലുള്ള ആഘോഷങ്ങൾക്ക് ലേഖനം പറയുന്ന പോലെ ഒരു സാംസ്കാരിക വശം കൂടിയുണ്ടല്ലേ? ടൂറിസവും. തീർച്ചയായും. സംസ്ഥാന ടൂറിസം വകുപ്പാണ് സംഘടിപ്പിക്കുന്നത് എന്നത് തന്നെ പ്രധാനം. അപ്പോൾ കേരളത്തിന്റെ കലാരൂപങ്ങൾ, കലാകാരന്മാർ, അവർക്കൊക്കെ ഒരു വലിയ വേദി കിട്ടുക എന്നത് ഒരു ലക്ഷ്യമായിരിക്കും. പിന്നെ നമ്മുടെ സാംസ്കാരിക പൈതൃകം ആളുകളിലേക്ക് എത്തിക്കുക, ടൂറിസ്റ്റുകളെ ആകർഷിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ശരിയാണ്. അപ്പോൾ നമുക്ക് ലേഖനം പറയുന്ന ആ ഡീറ്റെയിൽസിലേക്ക് കടക്കാം അല്ലേ? കടക്കാം. സംസ്ഥാനതല ഓണാഘോഷം തുടങ്ങുന്നത് സെപ്റ്റംബർ 3-നാണ്, വൈകിട്ട് 6 മണിക്ക്. ഓക്കെ. ഉദ്ഘാടന ചടങ്ങ് കനകക്കുന്നിലെ നിശാഗാന്ധി ഓഡിറ്റോറിയത്തിലാണ്. തിരുവനന്തപുരത്തുള്ളവർക്ക് നന്നായി അറിയുന്ന സ്ഥലമാണ്. അതെ, പ്രശസ്തമായ വേദിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പിന്നെ ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷനാവും. ശരി. അതോടൊപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മറ്റു മന്ത്രിമാർ, MLA മാർ, ഉദ്യോഗസ്ഥർ, അങ്ങനെ വലിയൊരു നിര തന്നെയുണ്ട്. പ്രമുഖരെല്ലാം ഉണ്ടാവും. ഇത്തവണത്തെ മുഖ്യാതിഥികളെ ശ്രദ്ധിച്ചോ? ലേഖനത്തിൽ പറയുന്നുണ്ട് സംവിധായകൻ ബേസിൽ ജോസഫും തമിഴ് നടൻ രവി മോഹനും. അത് കൊള്ളാമല്ലോ. ബേസിൽ ജോസഫ് ഇപ്പോൾ യുവതലമുറയ്ക്ക് വളരെ പ്രിയങ്കരനാണ്. രവി മോഹൻ തമിഴ്നാട്ടിലും പ്രശസ്തൻ. അതെ, ഒരുപക്ഷെ അതും ഒരു ആകർഷണ ഘടകമായിരിക്കും. ഉദ്ഘാടനത്തിന് ശേഷം അവിടെ ഒരു സംഗീത നിശയുമുണ്ട്. ശരി. ഇതിലെന്നെ ആകർഷിച്ചത് ലേഖനം എടുത്തു പറയുന്ന ഈ ആഘോഷങ്ങളുടെ ഒരു സ്കെയിലാണ്. അത് ഞാനും ശ്രദ്ധിച്ചു. തിരുവനന്തപുരത്ത് മാത്രം 33 വേദികൾ. 33. അത് ശരിക്കും വലിയൊരു സംഖ്യയാണ്. അതെ. ഏതൊക്കെ സ്ഥലങ്ങളാണെന്ന് നോക്കൂ. സെൻട്രൽ സ്റ്റേഡിയം, പൂജപ്പുര മൈതാനം, ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം, ശംഖുമുഖം കടൽത്തീരം. അതെ. പിന്നെ ഭാരത് ഭവൻ, വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ, ഗാന്ധി പാർക്ക്, മ്യൂസിയം കോമ്പൗണ്ട്, ഇങ്ങനെ നഗരത്തിലെ പ്രധാനപ്പെട്ട മിക്ക സ്ഥലങ്ങളും വേദികളാവുകയാണ്. അപ്പോൾ ഒരാഴ്ചത്തേക്ക് തിരുവനന്തപുരം ശരിക്കുമൊരു ഉത്സവ നഗരിയാവും. തീർച്ചയായും. ആയിരക്കണക്കിന് കലാകാരന്മാർ പങ്കെടുക്കുമെന്നും ലേഖനത്തിൽ പറയുന്നു. അപ്പോൾ ഇതൊരു ചെറിയ കാര്യമല്ല. അല്ല. അപ്പോൾ ഇത് കേവലം ഒരു സിറ്റി ഫെസ്റ്റിവൽ എന്നതിനപ്പുറം ശരിക്കും കേരളത്തിന്റെ ഒരു സാംസ്കാരിക വൈവിധ്യം പ്രദർശിപ്പിക്കാനുള്ള ഒരു വലിയ അവസരമായിട്ടാണ് സർക്കാർ ഇതിനെ കാണുന്നത് എന്ന് തോന്നുന്നു. അങ്ങനെ തന്നെയാണ് ലേഖനം സൂചിപ്പിക്കുന്നത്. പരമ്പരാഗത കലാരൂപങ്ങളുണ്ടാവും, സംഗീതം, ദൃശ്യവിരുന്നുകൾ, ആയോധന കലകൾ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ശരിയാണ്. പിന്നെ ഈ ഔദ്യോഗിക ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ ചില കാര്യങ്ങൾ തുടങ്ങുന്നുണ്ടല്ലോ, ഓഗസ്റ്റ് 31 മുതൽ. അതെന്തൊക്കെയാണ്? ഓഗസ്റ്റ് 31-ന് വൈകുന്നേരം 5 മണിക്ക് കനകക്കുന്നിൽ ഓണാഘോഷത്തിന്റെ പതാക ഉയർത്തും. ഓക്കെ, ഒരു സോഫ്റ്റ് ലോഞ്ച് പോലെ. അതെ. അതേ ദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് അവിടെ തന്നെ ഒരു ഓണം ട്രേഡ് ഫെയറും തുടങ്ങുന്നുണ്ട്. വ്യാപാരമേള. അത് സാധാരണ ഉണ്ടാവാറുള്ളതാണ്. പ്രാദേശിക കച്ചവടക്കാർക്കൊക്കെ അതൊരു നല്ല അവസരമായിരിക്കും. പിന്നെ സെപ്റ്റംബർ 2-ന് ഒരു രസകരമായ പരിപാടി നടക്കുന്നുണ്ട്. അതെന്താണ്? സെൻട്രൽ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 5 മണിക്ക് ഒരു പ്രദർശന വടംവലി മത്സരം. വടംവലിയോ? ഓണത്തിന് വടംവലി സാധാരണമാണല്ലോ. സാധാരണ വടംവലിയല്ല. ഇതിലെ ടീമുകൾ ആരൊക്കെയാണെന്നറിയാമോ? MLA മാർ, കോർപ്പറേഷൻ കൗൺസിലർമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, സെക്രട്ടേറിയറ്റ് ജീവനക്കാർ, പിന്നെ മാധ്യമപ്രവർത്തകർ. കൊള്ളാം. അപ്പൊ അതൊരു സൗഹൃദ മത്സരമായിരിക്കും, ഒരു ഐക്യദാർഢ്യം പോലെ. ആയിരിക്കാം. അതൊരു രസമുള്ള കാഴ്ചയായിരിക്കും കാണാൻ. അന്ന് വൈകുന്നേരം 6:30-ക്ക് നഗരത്തിലെ ദീപാലങ്കാരങ്ങൾ സ്വിച്ച് ഓൺ ചെയ്യും, മീഡിയ സെന്ററും തുറക്കും. അപ്പോ സെപ്റ്റംബർ 2 ആവുമ്പോഴേക്കും നഗരം ലൈറ്റൊക്കെ ഇട്ട് ശരിക്കും ഒരു ഫെസ്റ്റിവൽ മൂഡിലേക്ക് വരും. അതെ. പിന്നെ ഓണത്തിന്റെ പ്രധാന ഐറ്റമായ പൂക്കളത്തിനും ഒരു മത്സരം വെച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 2-ന് വെള്ളയമ്പലം ജവഹർ ബാലഭവനിൽ. അതും നന്നായി. അപ്പോ എല്ലാ രീതിയിലും ഓണത്തിന്റെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമുണ്ട്. ഇനി നമുക്ക് നിശാഗന്ധിയിലെ പ്രധാന പരിപാടികളിലേക്ക് തിരിച്ചുവരാം. ഉദ്ഘാടന ദിവസത്തെ സംഗീത നിശ നമ്മൾ പറഞ്ഞു.
മറ്റു ദിവസങ്ങളിലും അവിടെ വലിയ കാര്യപരിപാടികളുണ്ട്. അതെ, ലേഖനം പറയുന്നുണ്ട് പ്രമോദ് പയ്യന്നൂർ, GS പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു ദൃശ്യാവിഷ്കാരം, കേരളീയ കലാരൂപങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളത്. അത് നന്നായിരിക്കും. നമ്മുടെ തനത് കലകളെ ഒന്ന് അട്രാക്റ്റീവായിട്ട് പ്രസന്റ് ചെയ്യാനുള്ള ശ്രമം. തീർച്ചയായും. പിന്നെ സംഗീതത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് നിശാഗന്ധിയിൽ. പ്രശസ്ത സംഗീത സംവിധായകൻ ശരത്തിന്റെ ഒരു സംഗീത നിശയുണ്ട്. ഓ, കൊള്ളാം. പിന്നെ ഗായകരായ മനോ, ചിന്മയി, വിനീത് ശ്രീനിവാസൻ, സിത്താര കൃഷ്ണകുമാർ ഇവരുടെയൊക്കെ ഗാനമേളകൾ. ഇതൊക്കെ വലിയ ക്രൗഡ് പുള്ളേഴ്സാണ്. അതെ, അത് ജനപങ്കാളിത്തം ഉറപ്പാക്കും. പിന്നെ സിനിമയിൽ നിന്ന് സുരാജ് വെഞ്ഞാർമൂടിന്റെ ഒരു മെഗാ ഷോയും നിശാഗന്ധിയിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ സംഗീതം, ദൃശ്യകല, ചിരി എല്ലാം നിശാഗന്ധിയിൽ തന്നെ കിട്ടും. അതെ, ഈ പ്രമുഖരായ കലാകാരന്മാരെ പല വേദികളിലായി അണിനിരത്തുന്നതുവഴി കൂടുതൽ ആളുകളെ ആകർഷിക്കാനും ആഘോഷങ്ങൾക്ക് നല്ല മീഡിയ കവറേജ് കിട്ടാനും ഇത് സഹായിക്കും. ശരിയാണ്. ടൂറിസം പ്രോത്സാഹനത്തിനും ഇത് നല്ലതാണ്. അതെ, ഓണം കാണാൻ വേണ്ടി മാത്രം ആളുകൾ വരാൻ ഇതൊരു കാരണമാകും. പക്ഷേ നിശാഗന്ധി മാത്രമല്ലല്ലോ കാര്യം. നമ്മൾ നേരത്തെ പറഞ്ഞ 33 വേദികളുണ്ട്. അതാണ്. ആ മറ്റ് വേദികളിലും ഒട്ടും പിന്നിലല്ലാത്ത പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത് എന്നാണ് ലേഖനം പറയുന്നത്. ആരൊക്കെയാണ് അവിടെ? ഒരുപാട് പേരുണ്ട്. നരേശ് അയ്യർ, ബിജു നാരായണൻ, കല്ലറ ഗോപൻ, സുധീപ് കുമാർ, വിധു പ്രതാപ്, നജീം അർഷാദ്, രമ്യ നമ്പീശൻ. ഓക്കെ, നല്ലൊരു നിര ഗായകരുണ്ട്. അതെ. പിന്നെ പുല്ലാങ്കുഴൽ വാദകൻ രാജേഷ് ചേർത്തല, നിത്യാമാമൻ, പുഷ്പവതി, അങ്ങനെ സംഗീത ലോകത്ത് നിന്ന് ധാരാളം പേർ. അപ്പോൾ സംഗീതം ഇഷ്ടപ്പെടുന്നവർക്ക് ഓരോ ദിവസവും ഓരോ വേദിയിൽ പോകാം. അതെ. അതുപോലെ പുതിയ തലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്ന മ്യൂസിക് ബാൻഡുകള്, കോമഡി ഷോകള്, പലതരം നൃത്തങ്ങൾ. അപ്പോൾ എല്ലാ ടേസ്റ്റിലുള്ള ആളുകൾക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതാണ് ലക്ഷ്യമെന്ന് തോന്നുന്നു. സെൻട്രൽ സ്റ്റേഡിയത്തിലും പൂജപ്പുര മൈതാനത്തും മീഡിയ ഹൗസുകളുടെ നേതൃത്വത്തിൽ പ്രത്യേക ഷോകളും ഉണ്ടാവും. അത് കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ആഘോഷങ്ങൾ തിരുവനന്തപുരം സിറ്റിയിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഓക്കെ. പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ വർക്കലയിലും അതുപോലെ നെടുമങ്ങാടും വിപുലമായ പരിപാടികളുണ്ട്. അത് നല്ല കാര്യമാണ്. ആഘോഷം കുറച്ചും കൂടി ഡീസെൻട്രലൈസ് ചെയ്യുന്നത് നല്ലതാണ്. പ്രാദേശിക പങ്കാളിത്തം കൂടും. അതെ, ആ സ്ഥലങ്ങളിലെ ടൂറിസം സാധ്യതകളും ഉപയോഗപ്പെടുത്താം. ശരിയാണ്. അപ്പോൾ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഈ ആഘോഷങ്ങളുടെ എല്ലാം ഒരു ക്ലൈമാക്സ് എന്ന് പറയാവുന്നത് സെപ്റ്റംബർ 9 നടക്കുന്ന ഘോഷയാത്രയാണല്ലേ? അതെ, വർണ്ണശവളമായ സമാപന ഘോഷയാത്ര. തിരുവനന്തപുരത്തിന്റെ ഓണാഘോഷം എന്ന് പറയുമ്പോൾ മനസ്സിൽ ആദ്യം വരുന്നത് ഒരുപക്ഷേ ഈ ഘോഷയാത്രയായിരിക്കും. ശരിയാണ്. വെള്ളയമ്പലം മുതൽ കിഴക്കേക്കോട്ട വരെയാണ് റൂട്ട്. മാനവീയം വീഥിയിൽ വച്ചാണ് ഫ്ലാഗ് ഓഫ്. ഇതിലെന്തൊക്കെയാണ് ഉണ്ടാവുക? ലേഖനം പറയുന്നുണ്ടോ? കേരളത്തിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന നിശ്ചല ദൃശ്യങ്ങൾ, അതായത് ഫ്ലോട്ടുകൾ. ഫ്ലോട്ടുകൾ. പിന്നെ വിവിധ നാടൻ കലാരൂപങ്ങൾ, വാദ്യമേളങ്ങൾ, ഇതൊക്കെ ഉണ്ടാവും. സർക്കാർ വകുപ്പുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സഹകരണ സ്ഥാപനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങളൊക്കെ ഫ്ലോട്ടുകളുമായി വരും. അതെ, അത് കാണാൻ നല്ല ഭംഗിയാണ്. ഒരുപക്ഷെ സർക്കാരിന്റെ നേട്ടങ്ങളൊക്കെ അവതരിപ്പിക്കാനും ഇതൊരു അവസരമാക്കുന്നുണ്ടാവാം. സാധ്യതയുണ്ട്. ഇതിനെ ഒരു വലിയ ചിത്രത്തിൽ കാണുമ്പോൾ ലേഖനം എടുത്തു പറയുന്നൊരു കാര്യം, ഈ ആഘോഷങ്ങൾ തിരുവനന്തപുരത്ത് മാത്രമല്ല നടക്കുന്നതെന്നതാണ്. ശരിയാണ്. മറ്റ് ജില്ലകളിലും ടൂറിസം വകുപ്പും ജില്ലാ ഭരണകൂടവും DTPCയും ഒക്കെ ചേർന്ന് ഓണാഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോ ഓണം ശരിക്കൊരു സംസ്ഥാനോത്സവമായിട്ട് തന്നെയാണ് സർക്കാർ കൊണ്ടാടുന്നത്. അതെ, കേരളം മുഴുവൻ ഒരു ആഘോഷത്തിന്റെ പ്രതീതി ഉണ്ടാക്കുക എന്ന ലക്ഷ്യം കാണാം. അപ്പോൾ ഈ ലേഖനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ഒരാഴ്ചത്തെ പരിപാടിയാണ്. തലസ്ഥാനത്ത് മാത്രം 33 വേദികൾ, വലിയ സ്കെയില്. അതെ, പരമ്പരാഗത കലകളും പുതിയ പരിപാടികളും ഒരുപോലെയുണ്ട്. മിക്സ്ഡ് ആണ്. പ്രമുഖ കലാകാരന്മാർ, ജനപ്രതിനിധികൾ എല്ലാവരും പങ്കാളികളാവുന്നു. അവസാനം ഗംഭീരമായ ഘോഷയാത്ര. ശരി. പിന്നെ ഇത് സംസ്ഥാന വ്യാപകമായി നടക്കുന്നു. അപ്പോൾ ഇതിന്റെയൊക്കെ ലക്ഷ്യം എന്തായിരിക്കും? ലക്ഷ്യം വ്യക്തമാണ്. ഓണക്കാലത്ത് സംസ്ഥാനത്ത് ഒരു ആഘോഷ അന്തരീക്ഷമുണ്ടാക്കുക, ആളുകൾക്ക് സന്തോഷിക്കാനും ഒത്തുകൂടാനും അവസരം നൽകുക. അതോടൊപ്പം ടൂറിസം. തീർച്ചയായും. കേരളത്തിന്റെ സാംസ്കാരിക മുഖം, വിനോദസഞ്ചാര സാധ്യതകൾ, ഇതൊക്കെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുക. അതാണ് ഈ വലിയ ആഘോഷങ്ങൾക്ക് പിന്നിലെ പ്രധാന ഉദ്ദേശ്യമെന്ന് ലേഖനം വ്യക്തമാക്കുന്നുണ്ട്. അതെ, നിങ്ങൾ ഷെയർ ചെയ്ത ഈ ദേശാഭിമാനി ലേഖനം സത്യം പറഞ്ഞാൽ ഈ സർക്കാർ ഓണാഘോഷങ്ങളുടെ ഒരു വിശദമായ ബ്ലൂ പ്രിന്റ് തന്നെയാണ്. ശരിയാണ്. എവിടെ, എപ്പോ, എന്ത് നടക്കുന്നു, ആര് പങ്കെടുക്കുന്നു എന്നൊക്കെ കൃത്യമായി അറിയാൻ പറ്റും. പരിപാടികൾ കാണാൻ പോകുന്നവർക്ക് ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. തീർച്ചയായും. പക്ഷേ ഈ വിവരങ്ങളെല്ലാം കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം മനസ്സിൽ വരുന്നുണ്ടല്ലേ? എന്താണത്? ഇത്ര വലിയ രീതിയിൽ
സർക്കാർ മുൻകൈയെടുത്ത് നടത്തുന്ന ഈ പൊതുവാഘോഷങ്ങൾ ഇത് നമ്മുടെയൊക്കെ വീടുകളിൽ അല്ലെങ്കിൽ ചെറിയ കൂട്ടായ്മകളിൽ ഗ്രാമങ്ങളിലൊക്കെ നടക്കുന്ന ഓണാഘോഷങ്ങളെ എങ്ങനെയായിരിക്കും സ്വാധീനിക്കുന്നത്? അതൊരു നല്ല ചോദ്യമാണ്. അതായത് പണ്ടുതൊട്ടേയുള്ള നമ്മുടെ ഓണത്തിന്റെ ഒരു തനിമ, ആ ഒരു പ്രാദേശിക സ്വഭാവം, ഈ വലിയ സർക്കാർ ഇവന്റുകൾ അതിനെ ബാധിക്കുന്നുണ്ടോ? ചിലപ്പോൾ ആളുകൾ ഈ വലിയ പരിപാടികൾ കാണാൻ പോകുമ്പോൾ സ്വന്തം നാട്ടിലെ ചെറിയ ആഘോഷങ്ങൾക്ക് പ്രാധാന്യം കുറയുമോ? അതോ രണ്ടും രണ്ട് രീതിയിൽ നടന്നു പോവുകയാണോ? വലിയ ആഘോഷങ്ങൾ ചെറിയ കൂട്ടായ്മകളുടെ നിറം കെടുത്തുന്നുണ്ടോ? അതോ രണ്ടും ചേർന്ന് ഓണത്തിന്റെ മൊത്തത്തിലുള്ളൊരു ഗ്ലാമർ കൂട്ടുകയാണോ ചെയ്യുന്നത്? ഇതിനെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവാം. ഉണ്ടാവാം. ഈ ലേഖനത്തിലെ വിവരങ്ങൾ വെച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതിനെക്കുറിച്ച് എന്ത് തോന്നുന്നു എന്ന് ചിന്തിക്കാവുന്നതാണ്. വളരെ പ്രസക്തമായ ഒരു ചിന്തയാണ്. സംസ്ഥാന സർക്കാരിന്റെ ഓണാഘോഷങ്ങളെക്കുറിച്ച് ഈ ലേഖനത്തെ അടിസ്ഥാനമാക്കി നമ്മൾ നടത്തിയ ഈ സംഭാഷണത്തിൽ പങ്കുചേർന്നതിന് നന്ദി. നന്ദി. ഓണം ആഘോഷിക്കാൻ ഒരുങ്ങുന്ന നിങ്ങൾക്കും ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.